ഷിബു എബ്രഹാം. ഞങ്ങൾ ബോംബെയിൽ ഒന്നിച്ച് തൻ്റെ പിതാവ് മഹത്വമുള്ള ശുശ്രൂഷയിലായിരുന്നുകൊണ്ട് ഞങ്ങളെല്ലാം ചച്ചപൂരിലെ ശുശ്രൂഷയിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ അടുത്ത് ഇടപഴകാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിച്ചു. നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ വെസ്റ്റേൺ സൈഡിലാണ്. ഞങ്ങൾ സെൻട്രൽ സൈഡ്, അതുപോലെ തന്നെ ഹാർബർ ലൈൻ, ഇങ്ങനെ മൂന്നായിട്ടാണ് ബോംബെ. അപ്പോൾ പലപ്പോഴും ഒന്നിച്ചായിരിക്കാനും കാണുവാനും ശൂഷിപ്പാനും ഒക്കെ ഇടയായിട്ടുണ്ട്. ഞാനതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമാതാവ് നിത്യത്തിലേക്ക് പ്രവേശിച്ചല്ലോ. പ്രിയ ദേവദാസിനെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. ആയിരിക്കുന്നു കർത്താവിൻ്റെ കൃപയിൽ അവിടുന്ന് നടത്തുന്ന വിശ്വസ്തയെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞാൻ ഈ കിച്ചണിൽ എവിടെ പിന്നെ 4 മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹാബ്രോ, ഗ്രിംസ്ബി ആൻഡ് നയഗ്ര. ഇവിടെയും കൂടെ വരുവാനായിട്ട് കർത്താവ് സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഉപവാസപ്പാടത്തിൻ്റെ 3ാമത്തെ ദിവസമാണ്. എല്ലാവരും ഉപസിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഉപസിക്കാത്തവരും കാണും. ഞാനതൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം പോലെ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത് അവരുടെ വ്യക്തിപരമായ ഒരു ജീവിതത്തിലാണ് സ്തോത്രം. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിനും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനും കുടുംബജീവിതത്തിനും സഭാപരമായ ജീവിതത്തിനും ഏറ്റവും ആവശ്യമായ കാര്യമാണ് എന്ന് ഓർമ്മിക്കുന്നു. നന്ദിയോട് ദൈവം നമുക്ക് തരുന്ന സന്ദർഭങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഷിബുവിനോട് ഞാൻ ഓർപ്പിക്കുകയാണ്. ഞാൻ പഠിച്ചിടത്തോളം പല കാര്യങ്ങളും മനസ്സിലാക്കിയിടത്തോളം ഞാൻ ഇന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഇനിയും സഭയിൽ ചെല്ലുമ്പോൾ നീ പ്രബോധിപ്പിക്കണം. സ്തോത്രം. അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് വന്ന അജോഷ ബ്രദറും പ്രബോധിപ്പിക്കണം. അത് നമുക്ക് കൂടുതൽ ആത്മീയ അനുഗ്രഹത്തിനും അത് തമ്മിലുള്ള കൂട്ടായ്മയ്ക്കും അത് ഏറ്റവും ആവശ്യമാണ്. അത് എന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞതാണ്, വെറുതെ പറഞ്ഞല്ല. ദൈവം അവരെ അതിനുവേണ്ടി ഒരുക്കട്ടെ, സഹായിക്കട്ടെ. നമുക്ക് തീത്തോസിൻ്റെ ടൈറ്റസിൻ്റെ ലേഖനം തീത്തോസിൻ്റെ ലേഖനത്തിൽ നിന്ന് നമുക്ക് ചില വായിക്കാം. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഫലമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ കോഷ്ടില്ലാത്ത ദൈവം സകല കാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി തന്റെ വൃതന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനുമായ പൗലോസ് മുൻ വിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിനെ എഴുതുന്നത്, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൽ നിന്നും ക്രിസ്തു യേശുവിൽ നിന്നും നിനക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ ലേഖനം മെസിഡോണിയയിൽ വെച്ച് പൗലോസ് എഴുതിയതാണ്. AD 67 എഴുതിയത്. Titus was a convert and fellow worker of Paul. പോളിൻ്റെ കൂട്ടുപ്രവർത്തകനാണ് ടൈറ്റസ്. വളരെ ദൈവഭയവും അതുപോലെ ദൈവീയ കാര്യത്തിൽ വളരെ താല്പര്യവുമുള്ള ഒരു വ്യക്തിയാണ്, ഫെലോ വർക്കറാണ് ടൈറ്റസ്. അതുകൊണ്ട് പൗലോസ് ചില
ചില കാര്യങ്ങൾ ഫലമേൽപ്പിച്ചിരിക്കും. തീമോഥെയോസ് എഴുതിയ പോലെ തന്നെ പൗലോസ് ടൈറ്റസിനും എഴുതി ഫലമേൽപ്പിക്കുകയാണ്. നമ്മുടെ ക്രിസ്തീയത്തിൽ ചില കാര്യങ്ങൾ ഫലമേൽപ്പിക്കുമ്പോൾ അത് ദൈവം യോഗ്യരായിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ ദൈവത്തിൽ അല്ലയ ദൈവീയ കാര്യങ്ങൾക്ക് താല്പര്യമുള്ളവരെ മാത്രമേ ദൈവ കാര്യങ്ങൾ ഫലമേൽപ്പിക്കുള്ളൂ. എല്ലാവരെയും ഫലമേൽപ്പിക്കണമെന്നല്ല. അത് വളരെ ദൈവകൃപ നമ്മൾ ആ കാര്യത്തിൽ ആവശ്യമായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഇതിരിക്കുന്നത് സ്തോത്രം നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം, ദ കമാൻഡ് ഓഫ് ഗോഡ്. രണ്ടാമത്തെ എന്താണ്? സ്തോത്രം കാരണം പരിമേൽപ്പിച്ച പ്രസംഗത്താൽ, ദ മാനിഫെസ്റ്റഡ് ഹിസ് വേർഡ്. മൂന്നാമത്തത് സ്തോത്രം പോഷ്കില്ലാത്ത, അല്ലേ? സ്തോത്രം. അടുത്തത് ദ പ്രോമിസ് ഓഫ് ലൈഫ്, ദ ഫെയ്ത്ത് ഓഫ് ഗോഡ് ചോസൻ വൺസ്. അടുത്തത് ദ ഫുൾ നോളജ് ഓഫ് ട്രൂത്ത്. ഇതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. സ്തോത്രം. അതായത് ദൈവത്തിൻ്റെ കൽപ്പന, കമാൻഡ് ഓഫ് ഗോഡ്, പരിമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തൻ്റെ വചനം വെളിപ്പെടുത്തി. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തി കിട്ടണമെങ്കിൽ, സ്തോത്രം, എല്ലാവർക്കും വചനം വെളിപ്പെടുത്തി കിട്ടുന്നില്ല. നമ്മൾ വചനത്തിൻ്റെ വെളിപ്പാട് ആവശ്യം. അപ്പം അത് വെളിപ്പെടുത്തി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു പാത്രമാണെങ്കിൽ മാത്രമേ വെളിപ്പെടുക. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും, കർത്താവേ, ഈ വചനത്തിന്റെ വെളിപ്പാട് എനിക്ക് തരണം. നമ്മളൊരു പോഷണം വായിക്കുന്ന പോലെയല്ല, അത് വായിക്കുകയാണെങ്കിൽ തന്നെ ആ വചനത്തിലൂടെ എന്നോട് ഇടപെടണം, എന്നോട് സംസാരിക്കണം എന്നുള്ള ഒരു വളരെ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കും. സ്തോത്രം. ആ പോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിന് മുമ്പ് വാഗ്ദത്തം ചെയ്ത പ്രോമിസ് ഓഫ് ലൈഫ്, വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ, എറ്റേണൽ ലൈഫിന്റെ പ്രത്യാശകളുമായിട്ട് തന്റെ ബുധന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കും സമാനിച്ച സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന് എഴുതുന്നത്. അപ്പം ഈ വാഗ്ദത്തം, അതുപോലെ സ്തോത്രം, ദൈവത്തിന്റെ വചനം, പ്രത്യാശ, ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ഉറപ്പും ധൈര്യവും തനിക്ക് ലഭിച്ചിട്ട് തന്നെ ശുശ്രൂഷ ചെയ്യണം എന്നുള്ളതാണ് പൗലോസ് വളരെ ആഗ്രഹിക്കുന്നത്. ഈ പൗലോസ് പല പ്രാവശ്യം ടൈറ്റസിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കത് വായിക്കാം. അതിൻ്റെ 2 കൊരിന്ത്യർ 7-ന്റെ 2 കൊരിന്ത്യർ 7-6 മുതൽ 5 മുതൽ സ്തോത്രം 16 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഉച്ചത്തിൽ നിന്ന് വായിക്കണം. കണ്ട് 2 കൊരിന്ത്യൻസ് 7:5-7. ജഡത്തിന് ഒട്ടും സുഖമല്ല, എല്ലാ വിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്. പുറത്തു യുദ്ധം, അകത്തു ഭയം. എങ്കിലും വലിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ പറയാണ്, ഞങ്ങൾക്ക് എല്ലാത്തിലും കഷ്ടം, എന്നാല് പുറത്ത് യുദ്ധം, അകത്ത് ഭയം. അങ്ങനെ ഉണ്ടായിരുന്നു. പുറത്ത് പ്രശ്നങ്ങൾ, അകത്ത് ഭയം. അപ്പോഴാണ് തീത്തോസിനെ അങ്ങോട്ട് അയച്ചത്. എന്നിട്ട് പറയാം, തീത്തോസിന്റെ വരവിനാൽ ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു.
ഒരു ദൈവദാസന് ഒരിടത്ത് എല്ലുകയാണെങ്കിൽ അവർക്ക് ആശ്വാസമായി തീരും. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം. പുറത്ത് യുദ്ധം, അകത്ത് ഭയം. പ്രശ്നങ്ങളാൽ വളരെ ഭാരപ്പെടുന്നുണ്ട്. പ്രശ്നങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. എന്നാൽ തീത്തോസിന്റെ വരവിനാൽ ഞങ്ങൾക്ക് ആശ്വാസം ലഭിച്ചു. അടുത്ത വാക്യം. അവന്റെ വരവിനാൽ മാത്രമല്ല, അവന് നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസത്താലും കൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കാനുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ. അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷിച്ചു. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുതപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തേക്കെങ്കിലും പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളെ ലേഖനം അയച്ചപ്പോ നിങ്ങൾ ദുഃഖിച്ചു. അതിന്റെ 9ാമത്തെ വാക്യത്തില് സ്തോത്രം, നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല മാനസാന്തരത്തിനായി. വെറുതെ ദുഃഖിച്ചതിനല്ല. 2 Corinthians chapter 7:9 വായിച്ച സ്തോത്രം. അല്ലയ നിങ്ങള് അടുത്ത വാക്യം, നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിനും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ. ദൈവഹിതപ്രകാരമുള്ള ദുഃഖമുണ്ട്. സാധാരണ ദുഃഖമുണ്ട്, ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ദുഃഖം. എന്നാൽ ദൈവഹിതപ്രകാരം ചില ദുഃഖമുണ്ട്, അത് മനസ്സിലാക്കണം. സ്തോത്രം. നമ്മളെല്ലാ കാര്യങ്ങളും അല്ല ദൈവഹിതപ്രകാരമുള്ള ദുഃഖമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ. എന്നാൽ ദൈവഹിതപ്രകാരമുള്ള ദുഃഖമുണ്ട്. അതാണ് അടുത്ത വാക്യം. ദുഃഖം അനുതാപം വല്ലാത്ത ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കും. എങ്ങനെയാ ദൈവഹിതപ്രകാരമുള്ളത്? ആ വാക്യം വായിച്ചു നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷയിലേക്ക് നയിക്കുന്ന മാനസാന്തരം ഉളവാക്കുന്നതാണ്. മനസ്സിലായോ? ദൈവഹിതപ്രകാരമുള്ള ദുഃഖം നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്ന മാനസാന്തരം ഉളവാക്കും. അതാ സ്തോത്രം. അപ്പൊ എല്ലാ ദുഃഖവും അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ, നമ്മള് ആ ദുഃഖിച്ചതിനാല് നമ്മൾ ആത്മീയമായിട്ട് ചില കാര്യങ്ങൾ നേടുവാനായിട്ട് കഴിയും. അല്ല ലോകത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളല്ല. നമ്മളെല്ലാം അത് കിട്ടും ഇത് കിട്ടും, അതല്ല സ്തോത്രം. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം നമുക്കുണ്ട്. അത് സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വാക്യത്തില് 11 വായിച്ചേ. 11. ഉത്സാഹം കണ്ടോ? ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ദുഃഖം എത്ര ഉത്സാഹം ഉണ്ടായി. അടുത്ത വാക്യം. പ്രതിവാദം, എത്ര നീരസം നിങ്ങളുണ്ടായി, അതും മനസ്സിലാക്കണം. എത്ര ഭയം. നിങ്ങൾ നീരസം ഉണ്ടായോ? നിങ്ങൾ ഭയം ഉണ്ടായോ? ജഡത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടായോ എന്നും നമുക്ക് ബോധ്യമാകും. അടുത്ത വാക്യം. എത്ര വാഞ്ച, ആഗ്രഹം, എത്ര എരിവ് നിങ്ങളുണ്ടായി. അടുത്ത വാക്യം. എത്ര പ്രതികാരം ജനിപ്പിച്ചു. ഇത് സ്തോത്രം വലിയ സെറ്റൊരു കാര്യമാണ്. സ്തോത്രം. അതുകൊണ്ട് മാത്രമായില്ല. ഹല്ലേലൂയ. അടുത്ത വാക്യം 13ാമത്തെ വാക്യം വായിച്ച്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം വന്നിരിക്കുന്നു. ഞങ്ങളുടെ ആശ്വാസം ഒഴികെ തീത്തോസിന്റെ മനസ്സിന് തണുപ്പൊന്നുകൊണ്ട് സന്തോഷം നിമിത്തം ഞങ്ങൾ എത്ര അധികം സന്തോഷിച്ചു. തീത്തോസ് പലയിടത്തും സ്തോത്രം, കോരിന്തിലും അതുപോലെ ക്രേത്തയിലും ഒക്കെ കർത്താവിന്റെ വേല ചെയ്തിട്ടുണ്ട്. സ്തോത്രം. കാരണം അങ്ങോട്ടൊക്കെ കർത്താവിന്റെ ദാസനെ അയച്ചിട്ടുണ്ട്. പൗലോസ് പറയും ഇങ്ങോട്ട് പോകണമെന്ന് പറയും, പോകുമ്പോൾ താൻ പോകും. ഇവിടെ ഹല്ലേലൂയ തീത്തോസിന്റെ മനസ്സ് നിങ്ങളെല്ലാവരാലും തണുപ്പ് വന്നുകൊണ്ട് അവിടെ അവനുണ്ടായ സന്തോഷ നിമിത്തം ഞങ്ങൾ എത്രയധികം സന്തോഷിച്ചു. അവനുണ്ടായ തണുപ്പ് മൂലം. സ്തോത്രം. അപ്പൊ നമുക്ക് വിശുദ്ധന്മാരെ തണുപ്പിക്കുന്നവരായിരിക്കും നമ്മൾ. ഭാരപ്പെട്ടിരിക്കുന്നവര്, പ്രയാസപ്പെട്ടിരിക്കുന്നവര്, വേദനയിരിക്കുന്നവര്, ദുഃഖത്തിരിക്കുന്നവര്, രോഗത്തിരിക്കുന്ന അവര് തണുപ്പിക്കാനുള്ള ശുശ്രൂഷയും കൂടെ നമുക്കുണ്ട്. അവരെ എൻകറേജ് ചെയ്യണം, അവരെ തണുപ്പിക്കണം, അവരെ ആശ്വസിപ്പിക്കണം, അവരെ ധൈര്യപ്പെടുത്തണം. ഇതൊക്കെയാണ് നമ്മുടെ ശുശ്രൂഷ. നന്ദിയോട് അടുത്ത വാക്യം. അല്ല അവനോട്
നിങ്ങളെ കുറിച്ച് വല്ലതും പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലജ്ജിച്ചു പോയിട്ടില്ല. കണ്ടോ, അവനെ കുറിച്ച് പ്രശംസിച്ചിട്ടുണ്ട് പൗലോസ്. വെറുതെയല്ല, തന്റെ മഹത്വമുള്ള ശുശ്രൂഷ കൊണ്ട് പൗലോസ് തീത്തോസിനെ പ്രശംസിച്ചിട്ടുണ്ട്. ഞങ്ങൾ സകലവും സത്യമായി പറഞ്ഞതുപോലെ തീത്തോസിനോട് ഞങ്ങൾ പ്രശംസിച്ചതും സത്യമായി വന്നു. അവനെ ഭയത്തോടും വിറയലോടും കൈക്കൊണ്ടതിൽ നിങ്ങൾ എല്ലാവരും കാണിച്ച അനുസരണം അവൻ ഓർക്കുമ്പോൾ പറയാണ്, അവനെ ഭയത്തോടും വിറയലോടും കൂടെ കൈക്കൊണ്ടതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണിച്ച അനുസരണം അവൻ ഓർക്കുമ്പോൾ അനുരാഗം, അവന് നിങ്ങളോടുള്ള സ്നേഹം അതീയം വർദ്ധിക്കും. അപ്പൊ നമ്മൾ ഓർക്കണം, നമ്മൾ പരസ്പരമുള്ള സ്നേഹം കൂടുന്നുണ്ടോ ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷക്കാലം സ്നേഹം കൂട്ടിയിട്ടുണ്ടോ? ഉപവാസം നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കണം, അതൊക്കെ കുറഞ്ഞിട്ടുണ്ടോ? ലോകസ്നേഹം നമ്മൾ വർദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പരസ്പരമുള്ള സ്നേഹം കുറയും. ദൈവസ്നേഹം നമ്മൾ വർദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പരസ്പര സ്നേഹം കൂടും. നമ്മൾ ഭൗമ്യ കാര്യങ്ങളാണ് കൂടുതൽ സ്തോത്രം ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് പരസ്പരം സ്നേഹം കുറയും. ഏതേ മറിച്ച് ദൈവിക കാര്യങ്ങൾ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ, അതാണ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പരസ്പരം സ്നേഹം കൂടും. അവിടെയാണ് ടെസ്റ്റ്. അടുത്ത വാക്യം, നിങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ധൈര്യപ്പെടുവാൻ ഇടയുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. കേട്ടോ, അപ്പൊ ഈ തീത്തോസിന്റെ കാര്യം സ്തോത്രം ഹല്ലേലൂയ പൗലോസ് കേൾക്കുന്നതോറും പൗലോസ് സന്തോഷമാ. കാരണം അവന്റെ ശുശ്രൂഷ അത്രമാത്രം വിലപ്പെട്ടതാണ്. നന്ദിയോട് സ്തോത്രം. നമുക്ക് അതിന്റെ 8:23 വാക്യം വായിച്ച്, തീത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനുമാകും. കൂട്ടാളിയും വായിക്കുമ്പോഴേ നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനുമാകും. കൂട്ടുവേലക്കാരാണ്. അടുത്ത നമുക്ക് നോക്കാം സ്തോത്രം. അതിന്റെ 12-17-18 വാക്യം വായിക്കും. ഞാൻ നിങ്ങളുടെ അടുക്കൽ അയച്ചവരിൽ വല്ലവനെയും കൊണ്ട് നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തുവോ? 2 Corinthians 12:17-18. ഞാൻ തീത്തോസിനെ പ്രബോധിപ്പിച്ച് ആ സഹോദരനെയും കൂടെ അയച്ചിരുന്നു. തീത്തോസ് നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തുവോ? തീത്തോസ് നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തോ? അങ്ങോട്ട് അയച്ചിട്ട് തീത്തോസിനെ അയച്ചിട്ട് തീത്തോസ് വല്ലോ നിങ്ങളോട് വഞ്ചിച്ചെടുത്തോ? എന്തെങ്കിലും എടുത്തോ? അത്ര നല്ല സാക്ഷികളോട് അയച്ചത്. അയച്ചു വായിക്കും. ഞങ്ങൾ നടന്നത് അതേ ആത്മാവിലല്ലയോ? ഞങ്ങൾ നടന്ന അതേ ആത്മാവിലല്ലയോ? അതേ കാൽച്ചുവടുകളിൽ അല്ലയോ? അതേ കാൽച്ചുവടിലല്ലയോ? യേശു ക്രിസ്തുവിന്റെ അതേ കാൽച്ചുവടിലാണ് നടന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ മറ്റൊന്നും ആഗ്രഹിച്ചില്ല. ഒരു യഥാർത്ഥ ദേവദാസന് ഒന്നും ആഗ്രഹിക്കുന്നവരല്ല. ഭൗമിക കാര്യങ്ങളൊന്നും അല്ല ആഗ്രഹിക്കുന്നത്, സ്വർഗീയമായ കാര്യങ്ങളാണ്. അതിന് ഭൗമിക കാര്യങ്ങൾ കൊടുക്കാൻ ദൈവം വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യന കൊടുക്കാനായിട്ട് ദൈവം വിശ്വസ്തനാണ്. അല്ലാതെ ഈ പണത്തിന് പുറകെ നടക്കുന്ന കാരണം ടൈറ്റസിനെ അങ്ങോട്ട് അയച്ചത് വളരെ ഉത്തരവാദിത്തപ്പെട്ടു. കാരണം നിങ്ങളുടെ വല്ലതും വഞ്ചിച്ചെടുത്തോ? ആ വാക്കൊന്നും വായിച്ചേ. പരീക്ഷ ഞാൻ നിങ്ങളുടെ അടുക്കൽ അയച്ചവരിൽ വല്ലവനെയും കൊണ്ട് നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തുവോ? ഞാൻ തീത്തോസിനെ പ്രബോധിപ്പിച്ചു ആ സഹോദരനെയും കൂടെ അയച്ചിരുന്നു. അങ്ങോട്ട് വെറുതെ അല്ല പൗലോസ് അയച്ചത്, തീത്തോസിനെ പ്രബോധിപ്പിച്ച് അയച്ചത്. അവിടെ ചെന്ന് ഇന്ന കാര്യങ്ങള് ചെയ്യണം, ഇന്നെ അയക്കണം എന്ന് പ്രബോധിപ്പിച്ചു. അതുകൊണ്ട് ആൾക്ക് വായിച്ചേ. തീത്തോസ് നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തുവോ? ഞങ്ങൾ നടന്നത് അതേ ആത്മാവിലല്ലേ? അതേ സെയിം സ്പിരിറ്റിലാണ് നടന്നത്. അടുത്ത അതേ കാൽച്ചുവടിലല്ലേ? അതേ കാൽച്ചുവടിലല്ലയോ? ഇത്ര നേരം ഞങ്ങൾ നിങ്ങളോട് പ്രവാദിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അടുത്ത വാക്യം നമുക്ക് ഗലാത്യയിലേക്ക് എഴുതി വരാം. Galatians chapter 2 1-3. 14 ആണ്ട് കഴിഞ്ഞിട്ട് Galatians
1 to 3. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് കണ്ടോ, 14 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായിട്ട് തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരൂശലേമിലേക്ക് പോയി. ഞാൻ ഒരു വെളിപ്പാടനുസരിച്ചാ പോയത്. ഉണ്ടോ, തീത്തോസിനെ കൊണ്ട് ഞാൻ പോയി, ഞാൻ ഒരു വെളിപ്പാടനുസരിച്ചാ പോയി. എന്താ, ഞാൻ ഓടുന്നതോ ഓടിയതോ വെറുതെ എന്ന് വരാതിരിക്കാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണങ്ങളോട് വിവരിച്ചു. എന്റെ കൂടെയുള്ള തീത്തോസ് ഈ യവനായിരുന്നു പുള്ളി, യവനന. സ്തോത്രം. ആ യവനെങ്കിലും പരിച്ഛേദന അവനെ ആരും നിർബന്ധിച്ചില്ല. അപ്പൊ പരിച്ഛേദനക്കാരുണ്ടെന്ന് പറഞ്ഞാൽ യഹൂദന്മാര് അവർക്കൊരു കാര്യമുണ്ട്, പരിച്ഛേദന വേണം. മോശ പറഞ്ഞ കാര്യം പരിച്ഛേദനയും കൂടെ ഈ ദൈവസഭയെ വേണം എന്നാണ് അവര് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവൻ യവനനാ, അവന് പരിച്ഛേദനയില്ല. സ്തോത്രം. അവന് വേണമെന്ന് ചിലര് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പൗലൂസിന് മുമ്പിൽ അടക്കുകയില്ല. കാരണം പൗലൂസ് യഥാർത്ഥമായ ഒരു യഹൂദനായിരുന്നുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി. സ്തോത്രം. ഈ പരിച്ഛേദനയും ആഗ്രഹവും ഒന്നുമല്ല കാര്യം, പുതിയ സൃഷ്ടി അത്രേ. ഇതൊക്കെ പുറമെയുള്ള കാര്യങ്ങളാ. ഇത് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ആന്തരികമായിട്ട് ദൈവവും ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമാണ് നയിക്കേണ്ടെന്ന് വളരെ ഹല്ലേലൂയ സ്തോത്രം ശക്തമായി പൗലോസ് ഉപദേശിച്ചിരുന്നു. അത് ടൈറ്റസിന് പറഞ്ഞു കൊടുത്തിരുന്നു. അതാണ് എന്ന് ഉപദേശിക്കാനായിട്ട് നന്ദിയോട് സ്തോത്രം. അടുത്ത് നമുക്ക് നോക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വീണ്ടും നമുക്ക് ഇതിലേക്ക് വരാം. ഞാൻ അതിൻ്റെ ടൈറ്റസിൽ വരാം. 1-5 വാക്യം വായിക്കാം. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. കോരുന്നതുപോലെ തന്നെ ഇവിടെ ക്രേത്തയിലേക്കും, ക്രേത്ത ഒരു ഐലൻഡാണ്. സ്തോത്രം. ഏകദേശം 120 മൈൽ നീളമുള്ള 30 മൈൽ വീതിയുള്ള ഒരു ചെറിയ ഐലൻഡാണ് ക്രേത്ത. ഈ ക്രേത്തയില് പല ചെറിയ ചെറിയ സഭകളുണ്ട്. അതില് സ്തോത്രം ആ സഭയുടെ ഒരു മൂപ്പനായിട്ടാണ് ഇവിടെ ഇപ്പോൾ കർത്താവിൻ്റെ ദാസനായ ടൈറ്റസ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ക്രേത്തയിൽ പോയിട്ട് ഒന്ന് വായിച്ച് ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിന് ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ. ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് പറഞ്ഞു. അവിടെ ചില കാര്യങ്ങളൊക്കെ ക്രമീകരണം ആവശ്യമാണ്. അതുകൊണ്ട് പട്ടണം തോറും എല്ലേഴ്സിനെ ആക്കി വെക്കണം. എല്ലേഴ്സിനെ ആക്കി വെക്കണം. ഒരു സഭയാകുമ്പോൾ എല്ലേഴ്സ് ഉണ്ട്, അല്ലെ പാസ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒക്കെ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പിന്നെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെച്ചു. അടുത്ത പറയാം. ഈ മൂപ്പന്മാരെ ആക്കി വെക്കുമ്പോൾ മൂപ്പന്മാർ എങ്ങനെയുള്ളവരായിരിക്കണം? സ്തോത്രം. മൂപ്പൻ കുറ്റമില്ലാത്തവനും അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവരുമായിരിക്കും. കണ്ടോ, മക്കള് ഇഷ്ടം പോലെ നടന്നാൽ ഒരു മൂപ്പനും ശരിയാകുകയില്ല. ഞാൻ ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ ഒരു ദേവദാസൻ ഉപദേശിക്കുന്നു, മക്കൾ ഇഷ്ടം പോലെ പോവുകയാണെങ്കിൽ ആ ഉപദേശവുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ദൈവദാസൻ ഉപദേശിക്കുന്നെങ്കിൽ മക്കള് ഇവിടെ വായിച്ച് മക്കളെങ്ങനെയായിരിക്കണമെന്ന് ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനും ആയിരിക്കണം. കണ്ടോ, ഒരു മൂപ്പന്റെ അല്ലെ ഒരു പാസ്റ്ററുടെ സ്ഥാനം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തില് തൻ്റെ കുടുംബജീവിതം വളരെ അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ അങ്ങനെ ആയിരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം ഉദ്ദേശിക്കുന്ന. സ്തോത്രം. അടുത്ത വാക്യത്തില് അടുത്തത് അധ്യക്ഷനെ കുറിച്ചാണ്, മൂപ്പനെ കുറിച്ച്. അധ്യക്ഷൻ പറഞ്ഞാൽ
ബിഷപ്പ്, ഇംഗ്ലീഷിൽ ബിഷപ്പ് എന്ന അല്ലേ അല്ലേ ബിഷപ്പ്. അപ്പം ആ ബിഷപ്പ് അല്ലെങ്കിൽ പാസ്റ്റർ കൂട്ടിക്കൂ സ്വതന്ത്രിയ അല്ലേ, ഓവർസിയർ എന്ന് പറയാം. ഓവർസിയർ ആ അധ്യക്ഷൻ. അടുത്തത് അധ്യക്ഷൻ ദൈവത്തിന്റെ ഗൃഹവിചാരകനാക്കിയാൽ. ഗ്രഹവിചാരകനാണ്, ദൈവത്തിന്റെ ഗ്രഹവിചാരകൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്തോത്രം. ഗ്രഹവിചാരകന്മാരിൽ വേണ്ടത് വിശ്വസ്തതയാണെന്ന് പൗലോസ് പറയുന്നു. അപ്പൊ നമുക്ക് ഗ്രഹവിചാരകൻ എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ കാര്യങ്ങളിൽ വളരെ വ്യാപൃതനായി വളരെ സ്തോത്രം അതുപോലെ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ആയിരിക്കണം അധ്യക്ഷൻ അല്ലെങ്കിൽ ബിഷപ്പ്. ഇഷ്ടംപോലെ ജീവിക്കാൻ നോക്കിയല്ല. അടുത്ത് പറയുന്നുണ്ട് എന്താണ് അധ്യക്ഷൻ? അനിന്ദ്യനായിരിക്കണം. തന്റെ ഇഷ്ടക്കാരൻ ഒക്കെയല്ല, കോപിക്കാൻ ഒക്കെയല്ല, മദ്യപ്രിയനാകാൻ ഒക്കെയല്ല, ജലം കഴിക്കാം. നോ, അട്ടോക്യം തല്ലുകാരാകാൻ പാടില്ല. ദുർലാഭം, ഇതിന്റെ അകത്ത് നിന്ന് മുതലെടുക്കാനായിട്ടുള്ള ലാഭം. ബിസിനസ് ഉണ്ട്, പല ഭാഷന്മാർക്കുണ്ട് ബിസിനസ്. റിയൽ എസ്റ്റേറ്റ് ഉള്ളവരുണ്ട്. നോ, ദുർലാഭമോയും അരുത്. പിന്നെ ഇങ്ങനെ എങ്ങനെ ആയിരിക്കണം? വചനം വായിക്കണം. അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും സെൽഫ് കൺട്രോൾ മധ്യോദയസ്ഥാൽ പ്രബോധിപ്പാൻ എന്ന് പറഞ്ഞാൽ എക്സോർട്ടേഷൻ നൽകാൻ, വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ വചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. ഈ വിശ്വാസ വചനം മുറുകെ പിടിക്കുന്നവനായിരിക്കണം. മനസ്സിലായോ? ഇത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഞാൻ പിന്നെ അധ്യക്ഷനല്ല, അതല്ല, ഇതെല്ലാം നിങ്ങൾ പറയാം. പക്ഷേ നമ്മുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പരിശുദ്ധാത്മ ഓർമ്മിപ്പിക്കുന്നത്. അതിഥിപ്രിയൻ, സൽഗുണപ്രിയൻ, ജിതേന്ദ്രൻ, ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകൾ. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ഒന്നും അല്ല. എനിക്ക് നല്ലവണ്ണം അറിയാം. ഒരു തകർന്ന നുറുങ്ങ ഹൃദയത്തോടെ ആയിരിക്കണം. അല്ലാതെ അലടിയ പ്രസംഗിച്ചു വിട്ടിട്ട് നോ. സ്തോത്രം. എൻ്റെ മോൻ ഇവിടെ ഇരിപ്പുണ്ട്, എന്നെ നല്ലവണ്ണം അറിയാം. ഞാൻ വീട്ടിൽ എങ്ങനെയായിരിക്കുന്നു അവനറിയാം. സ്തോത്രം. അല്ലാതെ പ്രസംഗിച്ചു വിടാനല്ല എളുപ്പം, ജീവിക്കാനുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ദൈവത്തിൻ്റെ നാമത്തിന് മുഖത്താണ്. അടുത്ത വാക്യം വായിക്കാം. 10ാമത്തെ വാക്യം. ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി പറയാം, നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ സഭയിൽ തന്നെ സ്തോത്രത്തോട് പറയാണ്, ക്രേത്തയിലെ ഇവിടുത്തെ വാചാലന്മാർ, ഇവിടുത്തെ ചുമ്മാ സംസാരിക്കുന്നവരുണ്ട്. നമുക്ക് ഈ അധികം സംസാരം പറ്റില്ല. നമുക്ക് അതുകൊണ്ട് സ്തോത്രം അല്ല, സസ്യമൊക്കെ തന്നെ പറയുന്നുണ്ട്, അത് തന്നെ അപകടത്തിലേക്ക് നമുക്ക് അനാവശ്യമായ സംസാരത്തിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് എല്ലാത്തിനും ഒരു പരിജ്ഞാനമുണ്ട്. ഇപ്പം നമ്മൾ സഭയിൽ കൂടി വന്നു, മീറ്റിംഗ് കൂടി വന്നു. നമ്മൾ കൂടി വരുമ്പോൾ നമുക്ക് പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്, ഇതെല്ലാം ചന്ത ഉചിതമാണ് അല്ലേ? അതിനെല്ലാം ടൈമുണ്ട്. നമ്മൾ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുന്ന പോലെ അല്ല സഭയിൽ പ്രാർത്ഥിക്കുന്നത്. കാരണം ചുരുക്കം വാക്കുകളായിരിക്കണം. പേഴ്സണൽ നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും പ്രാർത്ഥിക്കാം തന്നെ ഇരിക്കുമ്പോൾ. പക്ഷെ
നമ്മുടെ ചർച്ച വരുമ്പോൾ നമ്മൾ ഒരാൾ തന്നെ അങ്ങ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും നടക്കുക നടക്കോ? അപ്പൊ അതിനൊക്കെ ടൈമുണ്ട്. അപ്പൊ അതിനൊക്കെ പരിജ്ഞാനം വേണം. അത് ദൈവസഭയ്ക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പ്രബോധിപ്പിക്കാനായിട്ടാണ് പൗലോസ് ടൈറ്റസിനോട് പറയുന്നത്. വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ അവരുടെ വായ അടയ്ക്കേണ്ടതാകുന്നു. അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവനും മറിച്ചു കളയുന്നു. കണ്ടോ? കുടുംബങ്ങളെ മറിച്ചു കളയാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അടുത്ത വാക്യം, ക്രേത്തർ സർവദാ അസത്യവാദികളും മടിയന്മാരായ പെരുവാറന്മാരും അത്രയെന്ന് ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. അവര് മടിയന്മാരാണ്, അസത്യവാദികളാണ്, ദുഷ്ടജന്തുക്കളാണ്. ഒരു ഇതിൽ കൂടെ എങ്ങനെയാ പറയുന്നത്? ഇതിൽ കൂടെ എങ്ങനെയാ പറയുന്നത്? വിശ്വാസികളാ അല്ല, പുറത്തുള്ളവരല്ല. പെരുവാറന്മാർ കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അടിക്കണം, വയർ നിറച്ചടിക്കണം, എന്നിട്ട് മേടിക്കാം. എന്താ എന്നിട്ട് പറഞ്ഞു അത് സാക്ഷ്യം നേരെ തന്നെ എന്നാണ് പോലീസ് പറഞ്ഞു. ഒരു വിദ്വാൻ അങ്ങനെ പറഞ്ഞു, പക്ഷേ ആ സാക്ഷ്യം ശരിയാ. അടുത്ത വാക്യത്തില് അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാക്കിയിട്ടുണ്ട് അല്ലേ? സ്തോത്രം. സൗണ്ട് സൗണ്ട് ഫെയ്ത്ത്. സ്തോത്രം. അടുത്ത വാക്യം, കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും അവരെ കഠിനമായി ശാസിക്കണം. ഇവരെ ശാസിക്കാനാ പൗലോസ് പറയുന്നത്. നമ്മളൊരു ശാസനം ഞാൻ പിന്നെ സഭയെ കാണും ആള് അയ്യോ പാട്ടോട് പിന്നെ തീർന്നു അല്ലേ? തീർന്നു. പാട്ട തലെടുത്ത് കളി. പാട്ടടെ ഒന്ന് ശാസിക്കണം. ശാസിക്കാന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ഇതില്ല. വാസ്തവത്തില് ആട് ശരിയാകണം, ശാസിക്കണം. അടുത്ത വാക്യം, ശുദ്ധിയുള്ളവർക്കെല്ലാം ശുദ്ധം തന്നെ, എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല. അവരുടെ ചിത്തവും ഇവിടെ ശ്രദ്ധിക്കണം. അവിടെ ചിത്തവും മനസാക്ഷി, മൈൻഡ് ആൻഡ് കോൺഷ്യസ്നസ് രണ്ടും രണ്ടാ. മനസാക്ഷി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം, കോൺഷ്യസ്. എന്നാൽ ചിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? മൈൻഡ്. രണ്ടും രണ്ടാ. സ്തോത്രം. മനസ്സിലായോ? നമുക്ക് നമ്മുടെ ദേഹിയിലുള്ള 3 കാര്യങ്ങളാണ് മൈൻഡ്, സ്തോത്രം, അതുപോലെ തന്നെ ഇച്ഛ, വിൽ ആൻഡ് എമോഷൻ, വികാരം. ഇത് 3 നമ്മുടെ സോളിലുള്ള കാര്യമാണ്. എന്നാൽ കോൺഷ്യസ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതാണ് വ്യത്യാസം. മനസ്സിലായോ? മൈൻഡ് നമ്മുടെ സോളിൽ എല്ലാവർക്കും. എന്നാൽ കോൺഷ്യസ് എന്നുള്ള കാര്യം നമ്മുടെ ആത്മാവിനോട് ബന്ധിച്ച് നമുക്ക് 3 ഭാഗങ്ങളുള്ളത്: ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ആ സ്പിരിറ്റിനോട് ബന്ധിച്ചാണ് കോൺഷ്യസ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ കോൺഷ്യസ് ഒരു പിന്നെ ന്യായപീഠമാണ് എന്ന് പറഞ്ഞാൽ അവിടെ അത് ഒരു ജഡ്ജാണ്. നമുക്ക് തെറ്റാണോ മനസ്സിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ കോൺഷ്യസ് എന്നാ പറയും? റോങ്. മനസ്സിൽ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഇന്ന തെറ്റാണെന്ന് എന്തു പറയും? കോൺഷ്യസ് പറയും. ശരിയാണ് ശരി, തെറ്റാണ് ശരിയാണ്. അപ്പോൾ കോൺഷ്യസ് നമ്മളെ പ്രിക്കുകയാണെങ്കിൽ നമ്മളൊരു കാര്യവും ചെയ്യരുത്. നമുക്കിപ്പം ചില കാര്യങ്ങൾ ഒരാളോട് പറയുന്ന കാര്യം, ആ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞ കാര്യം ശരിയായില്ല, അല്ലേ അത് പറയരുതെന്ന് കോൺഷ്യസ് നേരെ പറഞ്ഞു ഇല്ല, അത് കഴിഞ്ഞ് പറഞ്ഞെങ്കിൽ അവിടെ കോൺഷ്യസിന് നമ്മൾ ബ്രേക്ക് ചെയ്യായിരുന്നു. നേരത്തെ പറഞ്ഞു അങ്ങനെ പറയരുത്. ഇല്ല, അതിനെ മറികടന്ന് നമ്മൾ പറയുകയാണെങ്കിൽ കോൺഷ്യസിന്
അപ്പം മൈൻഡും അതിവിടെ ഇരിക്കുന്ന അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു. അപ്പം മൈൻഡ് ആൻഡ് കോൺഷ്യസ് മലിനമായി. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദൈവമക്കളെ. നമ്മൾ ഉപവാസം വന്നിരിക്കുമ്പോൾ പല കാര്യങ്ങളും ദൈവത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മൾ വീണ്ടെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ശുദ്ധീകരണത്തിനും അനുഗ്രഹത്തിനും അത് കാര്യമായി തീരും. ഡേ ടു ഡേ ലൈഫിൽ നമുക്കുള്ള കാര്യമായി മൈൻഡ് കോൺഷ്യസ് കാര്യം ഡേ ടു ഡേ ലൈഫിലുള്ള. അതുകൊണ്ട് നമ്മൾ ദൈവമക്കളെ ശ്രദ്ധിക്കണം. എൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി ഞാൻ ഒന്നും ചെയ്യയില്ല. പൗലോസ് പറയാണ്, ഞാൻ ദൈവത്തിന് മുമ്പും മനുഷ്യന് മുമ്പിലും കുറ്റമറ്റതായ ഒരു മനസാക്ഷിയുള്ളവനായി ജീവിക്കുന്നു. ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യന്റെ മുമ്പിലും. എവിടെയാണെന്നറിയോ? Acts 24:16. Acts 24:16. അതുകൊണ്ട് എനിക്കും ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. കണ്ടോ? അതാണ് വചനം. അപ്പം എല്ലായ്പ്പോഴും ഞാൻ ശ്രമിക്കുന്നു. ദൈവത്തോട് വായിച്ചോളെ. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അതാണ് ഒരു യഥാർത്ഥ ഭക്തന്റെ ജീവിതം. അങ്ങനെയാണ്. സ്തോത്രം. അടുത്ത കാര്യത്തിൽ നമ്മൾ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അനേകരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് വൃദ്ധന്മാരെ കുറിച്ച്, വൃദ്ധമാരെ കുറിച്ച്, ചെറുപ്പക്കാരെ കുറിച്ച്, ചെറുപ്പക്കാരികളെ കുറിച്ച്, സ്തോത്രം, യൂത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ അതുപോലെ തന്നെ പിന്നെ ദാസന്മാർ, സ്ലേവിനെ കുറിച്ച് എല്ലാം പൗലോസ് പറയുന്നുണ്ട്. അടുത്ത കാര്യം നമുക്ക് നോക്കാം. 2:1. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുന്നു. വൃദ്ധന്മാർ നിർമ്മതവും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും അപ്പം നീ പത്യോപദേശം ചേരുന്ന പ്രസ്താവിക്കാം. പ്രോപ്പർ സൗണ്ട് ഡോക്ടർ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പത്യോപദേശം എന്താണ്? പത്യോപദേശം സ്തോത്രം. അത് പ്രസ്താവിക്കണം. അത് വൃദ്ധന്മാരോടും എല്ലാം സംസാരിക്കണം. വൃദ്ധന്മാരോട് എന്നാ പറയുന്നത്? വൃദ്ധന്മാർ സുബോധവും അതൊക്കെ ഞങ്ങളോടാണ് സംസാരിക്കുന്നത്. വൃദ്ധന്മാർ. സ്തോത്രം. അടുത്ത കാര്യം വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായിരിക്കണം. സ്തോത്രം. അടുത്ത വാക്യം. അതുപോലെ വൃദ്ധമാര് വിടോമാനെന്താ കഴിച്ചു. വൃദ്ധമാരെന്താണെങ്കിൽ നടപ്പിൽ പൗത്രയോഗ്യന്മാരും പെണ്ണുങ്ങൾ വേഷം പറയാൻ എടുക്കല. അതുകൊണ്ടാണ് വൃദ്ധമാരെ കുറിച്ച് പൗലോസ് പ്രകാരം പറയുന്നത് ഏഷണി പറയാത്തവരും അടുത്തവരെയും ചാരം കുടിക്കാവുന്ന വെച്ചാ. അടുത്ത വാക്യം. യൗവനക്കാരികളെ ഭർത്തൃപ്രിയരാക്കണം. അവിടെ ചോടമേ. യൗവനക്കാരികളെ ഭർത്തൃപ്രിയരാക്കണം. സ്തോത്രം. ഈ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരികളെ ഭർത്തൃപ്രിയരാക്കി തീർക്കുകയും പിന്നെ പുത്രപ്രിയരാക്കണം. അടുത്ത് സുബോധവും പാതിവൃത്യവുമുള്ള വെർജിൻ അല്ല വീട്ടുകാരെ നോക്കുന്നവരായിരിക്കണം. അത് വായിക്കും. ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ഇരിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരും ആകണമെന്ന് പ്രബോധിപ്പിക്കാം. എന്തെല്ലാം കാര്യമാണ് പൗലോസ് പ്രബോധിപ്പിക്കുന്നത്.
ഈ തീത്തോസിനെ ഇതെല്ലാം പറഞ്ഞയക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം കണ്ട് അടിച്ച് അങ്ങനെയൊന്നും അല്ല. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഉത്സേപ്പിക്കാം. അങ്ങനെ നീ ചെന്ന് പ്രബോധിപ്പിക്കണം. പ്രബോധന ആവശ്യമാണ് ദൈവത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചെറുപ്പക്കാരെ അന്യോന്യം പ്രബോധിപ്പിക്കണം. അത് ദൈവത്തിന്റെ വചനമാണ്. നീയോട് സ്വാഗതമായിരിക്കും. വിരോധി ഒരു തിന്മയും പറയാനും സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി. ഇവിടെ നമുക്കറിയാം സൽപ്രവർത്തികൾക്ക് മാതൃകയാണ്. 5 പ്രാവശ്യം ഈ ലേഖനത്തിൽ സൽപ്രവർത്തികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 3 അധ്യായമുള്ളൂ. നോക്കാം. 5 ഹല്ലേലൂയ. ഒന്നാമത്തെ നമ്മൾ വായിച്ചല്ലോ ഈ വാക്യം. സ്തോത്രം. 7ാമത്തെ വാക്യം, വിരോധിക്ക് നമ്മെ കൊണ്ട് ഒരു തിന്മയും പറയാൻ വകയില്ല, ലജ്ജിക്കേണ്ടതിന് സകലത്തിന് നിന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. അടുത്ത് നമുക്ക് നോക്കാം 3:1. സകല സൽപ്രവൃത്തിക്കും ഉണ്ടോ? നമുക്കറിയാം. 2ാമത്തെ 3ാമത്തെ നമുക്ക് കാണാം. സ്തോത്രവല്ലിയ അതിന്റെ 2:14 വായിച്ച്. സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവർ സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാം. അടുത്ത് നമുക്ക് നോക്കാം. അതിന്റെ 3:8 വായിച്ച്. ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. 14ാമത്തെ വാക്യം വായിച്ച്. നമുക്കുള്ള ഒരു ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവൃത്തികൾക്ക് മുൻപന്മാരെ പഠിക്കുന്നു. ഈ കൊച്ചു ലേഖനത്തിൽ 5 പ്രാവശ്യമാണ് സൽപ്രവൃത്തികളിൽ ഉത്സാഹമുള്ളതായിട്ട്. കണ്ടോ? ഇതെല്ലാം നീ പോയി പ്രബോധിപ്പിക്കണം. ഈ ക്രേത്ത സഭയാ. അവര് പലവിധമായ പ്രശ്നങ്ങളുള്ളവരാ. ചില പേര് ഉയർമാര്, ചിലര് കാര്യങ്ങൾ മനസ്സിലാക്കാത്തവര്, ചില അടങ്ങാത്തവര്, അല്ലെങ്കിൽ ചില അനുസരിക്കാത്തവര്, ഇങ്ങനെ പല പല ഒരു സഭയിൽ അങ്ങനെയാണ്. അപ്പം അവരെ പ്രബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അത് ഏറ്റവും ആവശ്യം. അത് വൃദ്ധന്മാര്, അതുപോലെ വൃദ്ധന്മാര്, യൗവനക്കാരത്തികള്, അതുപോലെ തന്നെ സ്തോത്രം നമുക്ക് വീണ്ടും വായിക്കാം. സ്തോത്രം ഹല്ലേലൂയ. ദാസന്മാരുടെ കാര്യം കൂടെ വായിക്കാം. അതിന്റെ 8ാമത്തെ വാക്യം. 2:8. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചു കൂടാത്ത മധ്യവചനവും ഉള്ളവരായിരിക്കാം. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സകലത്തിലും അലങ്കരിക്കേണ്ടത് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിക്കപ്പെടുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായിരിക്കും. വിശ്വസ്തരായിരിക്കണം. യജമാന്മാർക്ക് നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമ്മുടെ സേട്ടിന് സ്തോത്രം വേണേ കുറച്ച് നേരം കളിപ്പിക്കാം. ജോലി ചെയ്യാതെയോ അല്ലെങ്കിൽ അവിടെ ഏതാ നമ്മളവിടെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അവിടെ ബോസുണ്ട്. ബോസിനെ വേണ്ട നമുക്ക് ഉറക്കം വരുന്നുണ്ടോ? ചെറുതായിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്ഷീണം കൊണ്ടായിരിക്കാം, കുഴപ്പമില്ല. അപ്പം നമുക്ക് വേണേ കളിപ്പിക്കാം. പക്ഷേ ദൈവത്തെ കളിപ്പിക്കാൻ ഒക്കുകയില്ല. വിശ്വസ്തരായിരിക്കണം. ദാസന്മാർ സകല വിധത്തിലും പ്രസാദം വരുത്തേണ്ടതിന് ഏത് പറയുകയോ വചിച്ചെടുക്കുകയോ ചെയ്യാതെ ഒരു മുട്ടുസൂചി പോലും നമ്മുടെ കമ്പനിയിൽ നിന്നോ മറ്റെടുന്നോ എടുക്കരുത്. ഒരു പേപ്പർ പോലും എടുക്കരുത്. വിശ്വസ്തരായിരിക്കണം. എനിക്കത് ആവശ്യമല്ല, എനിക്ക് കിട്ടുന്ന ശമ്പളം മതി, അനാവശ്യമായി ഒരു കാര്യം പോലും. ഇതാണ് വിശ്വസ്തത. ദൈവത്തിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ.
ബോംബെയില് ദൈവത്തിൻ്റെ വചനം പറഞ്ഞപ്പോൾ അനേകര് എനിക്കറിയാം ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവര് ട്രെയിൻ ടിക്കറ്റ് ഇല്ലാതെയും കയറിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞപ്പോൾ കുത്തുകൊണ്ടപ്പോൾ അവര് പോയി. അവര് എത്രയെല്ലാം ടിക്കറ്റില്ല പോയിട്ടുണ്ടോ മനസ്സിലാക്കി അവരത്രയും ടിക്കറ്റ് മേടിച്ച് കീറിക്കളഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് അത്രയും പൈസ അടയ്ക്കും. ദൈവത്തിൻ്റെ വചനം യഥാർത്ഥമായി പ്രസവിച്ചാൽ കൊള്ളു. അല്ല ഞാൻ മൈക്ക് വലിച്ചു കുറച്ച് ഇതിലെല്ലാം കിടന്ന് ചുറ്റി അടിച്ച് ഒരു പ്രസംഗം എല്ലാം ചെയ്ത് അടിച്ച് കയറി നിങ്ങളെല്ലാം ഹൂ ഹാ ഹാന്നൊക്കെ വെക്കും. ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരിക. ഇതാ കാണുന്നത് അല്ലേ? ഇതാ കാണുന്നത്. ഇത് പറയാൻ ആളുമില്ല. ആ ഊന്നൊന്നും വെച്ചാൽ കാര്യം നടക്കുകയില്ല. നമ്മൾ നിത്യയിലെ ചെല്ലുമ്പോഴാണ് എൻ്റെ വില മനസ്സിലാക്കുന്നത്. ദൈവസന്നിധിയിലായിരിക്കുമ്പോഴാണ് നമുക്ക് വില മനസ്സിലാക്കുന്നത്. വിശ്വസ്തനും നല്ലവനുമായ ദാസനെ അടുത്ത വാക്യം 14 സകല മനുഷ്യർക്കും സകല മനുഷ്യർക്കും രക്ഷാകരമായ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും ഇവിടെയാണ് പ്രത്യേകം മഹാദൈവവും ഗ്രേറ്റ് ഗോഡ് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഉണ്ടോ അവനാരാ? അവൻ മഹാദൈവം. അവൻ നമ്മുടെ രക്ഷിതാവ്. ആ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്ക് കാത്തുകൊണ്ട് ഭക്തിയേടും പ്രപഞ്ചമോഹം വർദ്ധിച്ചിട്ട് ദൈവഭക്തിയോട് ജീവിച്ചു പോരട്ടെന്ന് നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നു. ദൈവത്തിന്റെ വചനം നമ്മളെ ശിക്ഷിച്ചു വളർത്തുകയാണ്. കണ്ടോ? ഈ വചനം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഓക്കെ. അതുകൊണ്ടാണ് നീ പ്രബോധിപ്പിക്കേണ്ടത്. അടുത്ത വാക്യം. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായ തനിക്ക് ശുദ്ധീകരിക്കേണ്ടത് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അടുത്തത് പ്രസംഗിക്കുകയും മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരാം. മൂന്നാമത്തെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരിക്കാനും ആരെക്കൊണ്ടും ഭൂഷണം പറയാതെയും കളിക്കാതെയും ശാന്തന്മാരായ സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിക്കാനും അവരെ ഓർമ്മപ്പെടുത്തുക. ക്രേത്തയിലുള്ള സഭയിലുള്ളവരെ ഈ കാര്യങ്ങളൊക്കെ നീ ഓർമ്മിപ്പിക്കണം. ഒരു സഭയിലാവുമ്പോൾ അനേക കാര്യങ്ങൾ ദേവദാസന്മാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുണ്ട്. അല്ലെങ്കിൽ ഒക്കെയല്ല, ഇഷ്ടംപോലെ അഴിച്ചുവിടാൻ ഒക്കെയല്ല. അതുകൊണ്ട് അവരെ പ്രബോധിപ്പിക്കണം, അവരെ ശാസിക്കണം. ഞാൻ ഇപ്പം ശാസിച്ചിട്ടുണ്ട്. ഒരാള് സാക്ഷ്യം പറയണം, അവിടെ ഇരിക്കാൻ പറഞ്ഞു. കാരണം ചെയ്ത കാര്യം എനിക്കറിയാം. വേറെ സഹോദരൻ വന്നാൽ നേരെ റിപ്പോർട്ട് ചെയ്തു. സാക്ഷ്യം പറയാണ്ട് എഴുതിട്ട് സഹോദരൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നെ വന്ന് കണ്ടിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി. മോശമായ ചില കാര്യങ്ങളായിരുന്നു. നേരെ ഈ സഭ വരരുന്നു സഭ കഴിഞ്ഞു. അന്നാലെ ഓടി അവിടെ. ദൈവത്തിന്റെ നാമത്തിന് മൊത്തം. അടുത്ത വാക്യം. മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ഭൂഷിതരും അന്യോന്യം ആയിരുന്നല്ലോ. സ്തോത്രം. എന്നാൽ നമ്മുടെ രക്ഷിതാവായ മുമ്പേ നാമും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? ഈ ലിസ്റ്റിൽപ്പെട്ടവരാണ് നമ്മളൊക്കെ. മുമ്പേ നമ്മള് അനുസരണമില്ലാത്തവര് അല്ലേ? എല്ലാവരും അനുസരിച്ചോ? എല്ലാവരും അനുസരിച്ചോ?
മനസ്സിലാമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നു. അടുത്ത നാനാമോഹങ്ങൾക്കും ഭയങ്കര നാനാമോഹങ്ങൾ. അടുത്ത ഭോഗങ്ങൾക്ക്. അടുത്ത അധീനരും ഈർഷ്യ. ചെറിയ കാര്യത്തിൽ മതി ഈർഷ്യ. സ്തോത്രം. അടുത്തറിയും അസൂയയിലും പാലം കഴിക്കുന്നവരും ദേഷിതരും അന്യോന്യം പായിക്കുന്നവരും. ഇത് നമ്മുടെ പിക്ചർ തന്നെയത്, വേറെ ആടെയല്ല. ആയിരുന്നല്ലോ. അടുത്ത വാക്യം. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല, നമ്മൾ ചെയ്ത നീതി പ്രവൃത്തികളൊന്നുമല്ല, തന്റെ കരുണയാലത്രേ. കണ്ടോ, ഇത്രേ ഉള്ള ലിസ്റ്റൊക്കെ ഉണ്ട്. എന്നാല് ദൈവത്തിന്റെ കൃപയാൽ കരുണയാലാണ് നമ്മളെ രക്ഷിച്ചത്. നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. അടുത്തിട്ട് നമുക്ക് വീണ്ടും വരാം. 7-ാമത്തെ വാക്യം വായിച്ച്. നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് തന്നെ. പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ നവീകരണം നമ്മുടെ ജീവിതത്തിൽ വേണം. ഈ ഉപവാസ പ്രാർത്ഥനയില് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട കാര്യം, കർത്താവേ നിന്റെ ആത്മാവിനാ ഞങ്ങളെ നിറയ്ക്കണമേ, നിന്റെ ആത്മാവിനാ നിറയ്ക്കണമേ. ആ നിറവിന്റെ അനുഭവത്തിൽ എനിക്ക് ജീവിക്കണം. ആ നിറവിന്റെ അനുഭവം കുടുംബജീവൻ എനിക്ക് വേണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? നിങ്ങളുടെ ഭാര്യയോ അല്ലെ ഭർത്താവോ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളോ അവർ ദൈവകൃപയെ ജീവിക്കാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയണമേ കർത്താവേ. അങ്ങനെ നിറവിന്റെ ഒരു അനുഭവത്തിൽ എനിക്കൊരു കുടുംബജീവിതം നയിക്കണം കർത്താവേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നന്ദിയോട് സ്തോത്രം. ആ നവീകരണം കൊണ്ടും ഈ വചനം വിശ്വാസയോഗ്യം. അടുത്ത കാര്യം, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയാം. വീണ്ടും വീണ്ടും നീ ഉറപ്പിച്ചു പറയണം. അടുത്ത വാക്യം കൂടെ വായിക്കാം. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകും. മോട്യതർക്കവും വംശാവലിയും കലഹവും ന്യായപ്രമാണത്തെ കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്കാം. ഇവ നിഷ്പ്രയോജനവും സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കാം. ഇങ്ങനെയുള്ളവൻ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് നിനക്കറിയാമല്ലോ. വീണ്ടും നമുക്ക് വായിക്കാം. 14-ാമത്തെ വാക്യം. നമുക്കുള്ളവരും ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യങ്ങളിൽ സൽപ്രവൃത്തികൾക്ക് മുൻപന്മാരായിരിക്കാൻ പഠിക്കട്ടെ. അത് തീരുകയാണ്. സ്വതന്ത്രല്ല. നമുക്കുള്ളവര് ഫലമില്ലാത്തവര് ആകാതെ അത്യാവശ്യ സമയങ്ങളില് സൽപ്രവൃത്തികൾക്ക് ഗുഡ് വർക്ക്സിന് സ്വതന്ത്രം മുൻപരായിരിക്കാന് നമ്മുടെ സഭയില് ദൈവമക്കളെ നമ്മുടെ സൽപ്രവൃത്തികളുള്ളവരും കൂടി ആയിരിക്കണം. എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതമുള്ളവരായിരിക്കണം. നമ്മുടെ കുടുംബജീവിതത്തിൽ വ്യത്യാസം വരണം. ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുകയാണ്. ഒന്നാമത്തെ, നിങ്ങൾ കുടുംബജീവിതം, ഭാര്യ ഭർത്തൃ ബന്ധം, മക്കളെ ദൈവകൃപയിൽ വളർത്തണം, ദൈവഭയത്തിൽ വളർത്തണം. ഈ കാലഘട്ടം വളരെ മോശമായ കാലഘട്ടങ്ങളാണ്. നിങ്ങൾ ഓർക്കണം, ഈസിയല്ല. നിങ്ങളുടെ മക്കളെ ദൈവകൃപയിൽ വളർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വം. അതുകൊണ്ട് നിങ്ങൾ അവരുടെ മുമ്പിൽ മാതൃകയായിരിക്കണം. സ്തോത്രം. നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് മക്കളെ കുറിച്ച് പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അതുപോലെ സഭയെ ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കും. നിങ്ങൾ സ്തോത്രം ഒരാൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാക്ഷ്യം പറഞ്ഞ ആളിനെ ഓർത്ത് ആ വിഷയം ഓർത്ത് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹാപ്പിയനോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം അല്ലേ, മാതാവ് ഹോസ്പിറ്റൽ അല്ലേ, സ്തോത്രം. ആ വിഷയം ഞാൻ എടുത്ത് പ്രാർത്ഥിച്ചു. നീയോട് സ്തോത്രം. പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചേക്കാവുന്ന പറയല്ല, പ്രാർത്ഥിക്കണം. സ്തോത്രം. നമുക്ക് അന്യോന്യ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവം ശ്രദ്ധിക്കും. നീ പ്രാർത്ഥിച്ചോ ഇല്ലയോ എന്ന് ദൈവം തന്നെ സൂക്ഷിക്കും. അത് നോക്കും. വെറുതെ പറഞ്ഞായിട്ട് അതൊക്കെയില്ല. പ്രാർത്ഥിക്കണം. ദുഃഖത്തിരിക്കുന്നവരുണ്ട്, രോഗത്തിരിക്കുന്നവരുണ്ട്,
പ്രയാസിക്കുന്നതിൻ്റെ സാക്ഷ്യം പറഞ്ഞവരുണ്ട്. അതുപോലെ നമുക്കറിയാവുന്നവരുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവരുണ്ട്. ബന്ധപ്പെട്ട സഹോദരന്മാരും മാതാപിതാക്കന്മാരും ഉണ്ട്. അവരൊക്കെ ആയിരിക്കുന്നിടത്ത് ദൈവകൃപയിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. സ്തോത്രം. അതിന് ഹല്ലേലൂയ പ്രബോധനം ആവശ്യമാണ്, ഭക്യോപദേശം ആവശ്യമാണ്. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. അതൊക്കെ ഒരു സഭയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നിജപുത്രനായ തീത്തോസിനെ ഫലമേൽപ്പിക്കുകയാണ്. നീ ഇതൊക്കെ ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ സഭയോട് പറയുന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ. പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ജീവിക്കണം. നിങ്ങളുടെ കുടുംബപരമായ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സഭാ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ദൈവം പറയുന്ന വിശ്വസ്തനും നല്ലവനും വിശ്വസമായ ദാസനെയും ദാസിയെ എന്ന് പേരുവിളിയെ കണ്ടു. ഹല്ലേലൂയ. ആവുമ്പോൾ പ്രതിഫലം പറ്റുമ്പോഴാണ് ആ കിരീടം പ്രാപിക്കുമ്പോൾ അതിൻ്റെ മഹത്വം അറിയുന്നത്. ഹല്ലേലൂയ. പ്രതിഫലം തന്നിടുവാൻ അഖിലമില്ലിനിയും നാളുകൾ